പ്രിയരെ, ഞാൻ പറയട്ടെ, ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു. നാം ഒന്നിച്ച് നല്ല കർത്താവിന് സ്തോത്രം ചെയ്യാം. അനേക ശ്രേഷ്ഠന്മാർ വീണുപോയിട്ടും കുഞ്ഞെ നമ്മെ വീഴാതെ നിർത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്കാം. കുഞ്ഞെ, നീ പേടിച്ച നിന്നയെ നിന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞ് പതിയിരുന്ന അനർത്ഥം തകർത്തു കളയാതെ നിന്നെ സൂക്ഷിച്ച് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്നു നാൾതോറും പോറ്റുന്ന ആ നല്ല കർത്താവിന് ആരാധനയർപ്പിച്ചുകൊണ്ട് ദൈവശബ്ദത്തിന് അയക്കാതോർക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലൂടെ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചത് ദൂതന്മാരെ സംരക്ഷണ ചെയ്യാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യാനത്രേ ദൈവപുത്രൻ വന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപക്കറ കഴുകി മാറ്റിയ ദൈവമക്കളുടെ ദേഹത്തെ സംരക്ഷിക്കുന്ന, പ്രാണനെയും ആത്മാവിനെയും സംരക്ഷിക്കുന്ന, വിശ്വാസത്തെയും വിശുദ്ധിയെയും കളങ്കമില്ലാതെ കറയില്ലാതെ സംരക്ഷിച്ച് ആനന്ദത്തോടെ നിർത്തുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെയാ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയാൻ അശുദ്ധാത്മശക്തികൾ അരങ്ങുവാഴുന്ന ഈ കാലത്ത് നാം പ്രാർത്ഥിക്കണം. ദൈവം തന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടമായി പോകാതെ കർത്താവേ, നീ അവരെ വിശുദ്ധിയോടെ സൂക്ഷിക്കണേ, വിശുദ്ധിയിൽ സൂക്ഷിക്കണേ. അവരുടെ ആത്മാവും പ്രാണനും ദേഹവും അനന്യമായി വെളിപ്പെടും വണ്ണം നീ കാത്തു സൂക്ഷിക്കണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ദേഹത്തിനാണ് പ്രാധാന്യം, രണ്ടാമത് പ്രാണനും പ്രാധാന്യമുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ദേഹത്തെക്കാളും പ്രാണനേക്കാളും പ്രാധാന്യം ആത്മാവിന് തന്നെയാ. അത് മറന്നു പോകരുത്. കാരണം എന്താ? ആത്മാവൻ ദൈവം നമ്മുടെ ആത്മാവോടാണ് സമ്പാദിക്കുന്നത്. സ്തോത്രം. ഈ കണ്ണുകൊണ്ട് നമുക്ക് ദൈവത്തെ കാണാൻ കഴിയില്ലല്ലോ, പക്ഷേ ആത്മാവിൽ ദൈവമഹത്വം കുഞ്ഞെ നിനക്ക് കാണാൻ കഴിയും. അപ്പാ, എനിക്ക് തിരുമുഖം കണ്ടാനന്ദിക്കുവാൻ ഹല്ലേലൂയ എന്റെ ആത്മാവിനെ സംരക്ഷിക്കണം. കുഞ്ഞെ, ഈ ദേഹം മണ്ണിലലിഞ്ഞു ചേരും. പ്രാണൻ തന്നവന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. എന്ന മക്കളെ, നിത്യതയിലും നിലനിൽക്കുന്നതാ ദൈവം തന്ന ആത്മാവ്. പറഞ്ഞാട്ടെ, കർത്താവേ, എന്റെ ആത്മാവ് വിശുദ്ധിയിൽ സൂക്ഷിക്കപ്പെടട്ടെ, എന്റെ ആത്മാവിൽ കറപറ്റാതെ വിശുദ്ധിയിൽ സൂക്ഷിക്കപ്പെടട്ടെ. ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങൾ അവർ വഴിതെറ്റിപ്പോകുന്നെങ്കിൽ, എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ലെങ്കിൽ, വിശുദ്ധ ജീവിതം അവർ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി മക്കളെ. ഒരു കുളമ്പ് പോലും പിന്നിൽ ശേഷിക്കാതെ നിന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധിയുടെ പാതയിൽ നടത്താൻ ദൈവം ശക്തൻ. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞെ, വിശുദ്ധ ജീവിതം നയിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എത്ര ആഗ്രഹിച്ചിട്ടും പാപത്തിലേക്ക് വഴുതി പോകുകയാണോ? ഇന്ന് പുലരിയിൽ പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ട് ഹൃദ്യമായി സംസാരിക്കുകയാ. കുഞ്ഞെ, നിന്നെ വിശുദ്ധിയിൽ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിനക്ക് വിശുദ്ധിയിൽ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ യേശുവിനോട് പറഞ്ഞാട്ട് ദൈവപുത്രൻ നിന്നെ കറയില്ലാതെ നിർത്തും, കളങ്കമില്ലാതെ നിർത്തും, ആനന്ദത്തോടെ നിർത്തും. മാതാവേ, അവൻ നിന്റെ കുഞ്ഞുങ്ങളുടെ ചിന്തയിൽ കറപറ്റാതെ, മനസ്സിൽ മാലിന്യം പറ്റിപ്പിടിക്കാതെ, ശരീരത്തിൽ പാപരാഗങ്ങളുടെ വിത്ത് മുളയ്ക്കാതെ, പ്രാണനിൽ കയ്പിന്റെ പക പത്തി വിരിക്കാതെ, ആത്മാവിൽ ദൈവസ്നേഹം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ മതിയായവനാ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. കുഞ്ഞേ, തലമുറയെക്കുറിച്ച് നീ ദൈവത്തോട് ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെക്കുറിച്ച് നീ ദൈവത്തോട് ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞിനെക്കുറിച്ച് ദൈവം എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തലമുറയെ ശത്രു പാപത്തിലേക്ക് വലിച്ചു താഴ്ത്തിയാലും അവിടെ നിന്നും കൈപിടിച്ചുയർത്തി വിശുദ്ധിയിൽ തികഞ്ഞവരായി നടത്തുന്ന ദൈവം ജീവിക്കുന്നു. നമുക്കൊരുമിച്ച് പറയാം, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവനത് നിർവഹിക്കും. മാതാവേ, നീ പൈതലിനു വേണ്ടി കരഞ്ഞത് വെറുതെയാവില്ല. പ്രിയപിതാവേ, നീ തലമുറയ്ക്ക് വേണ്ടി ഉപവസിച്ചതും പ്രാർത്ഥിച്ചതും വെറുതെയാകത്തില്ല. കുഞ്ഞേ, നിന്നോട് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തം വെറുതെയാകത്തില്ല. അകൃത്യത്തിന്റെ, അശുദ്ധിയുടെ, ആധപ്പതനത്തിന്റെ ആഴത്തിൽ കിടന്നാലും അവിടെ നിന്നും നിന്നെ ഉയർത്തി വിശുദ്ധിയിൽ തികഞ്ഞവനായി നിർത്തുവാൻ കരുത്തുള്ളവനാ നിന്നെ സംരക്ഷിക്കാൻ ഇറങ്ങിവന്ന കർത്താവായ യേശു ക്രിസ്തു. പ്രത്യേകം ശ്രദ്ധിക്കണമേ, മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തമൊന്നും മാത്രമാണ്. ക്രിസ്തുവാണ് അവന്റെ ജീവിതത്തിൽ ശ്രേഷ്ഠത നൽകുന്നത്. അവന്റെ ക്യാരക്ടർ രൂപപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ലേ. പ്രിയരെ, ഇത് വചനം പറയുന്നതാ. 2 കൊരിന്ത്യർ 1:12. ഞങ്ങൾ ലോകത്തിൽ, വിശേഷാൽ നിങ്ങളോട്, ജഡജ്ഞാനത്തിലല്ല ദൈവകൃപയിലത്രേ, നോക്ക്, ദൈവകൃപയിലത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും ദൈവം നൽകുന്ന നിർബലതയിലും പെരുമാറിയിരിക്കുന്നു. ഞങ്ങൾ ലോകത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ എങ്ങനെയാ പെരുമാറിയത്?
അടുത്ത വാക്ക് വിശേഷാൽ നിങ്ങളോട് എന്ന് പറഞ്ഞ സഭാജീവിതത്തിൽ ഞങ്ങൾ എങ്ങനെയാ പെരുമാറിയത്? പുറത്തുള്ളവരോടും അകത്തുള്ളവരോടും ജഡജ്ഞാനത്തിലല്ല, ദൈവകൃപയില പെരുമാറിയത്. ദൈവം നൽകുന്ന വിശുദ്ധിയിലും ദൈവം നൽകുന്ന നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു. ദൈവമക്കളുടെ പെരുമാറ്റ രീതി അത് ദൈവം രൂപീകരിക്കും. അവരുടെ ക്യാരക്ടർ ദൈവം രൂപീകരിക്കും. എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വഭാവ സവിശേഷത ദൈവം നൽകുന്നതാ. വീണ്ടെടുക്കപ്പെട്ട ബിഹേവിയർ ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്. അതാ പ്രിയരെ, ഗോഡ് പ്രൊവൈഡിംഗ് ഹോളിനെസ്, ദൈവം നൽകുന്ന വിശുദ്ധി, ദൈവം നൽകുന്ന നിർമ്മലത. വിശുദ്ധി ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തോട് പ്രാർത്ഥിക്ക്. സ്വഭാവ ഗുണം ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തോട് പ്രാർത്ഥിക്ക്. നല്ല ക്യാരക്ടർ ആഗ്രഹിക്കുന്നുണ്ടോ? നൽകിത്തരാൻ ശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്ക്. പാപത്തോട് പോരാടി മുന്നേറുന്ന ദൈവവൈതലേ, നിന്നെ സർവായുധവർഗം ധരിപ്പിക്കുന്ന ക്രിസ്തു നിന്നെ കാണുന്നുണ്ട്. സഭാ നേതാക്കന്മാര് കാണുന്നില്ല, കൂടെ നിൽക്കുന്നവരാരും കാണുന്നില്ലെങ്കിലും നീ വിശുദ്ധിയോടെ പോരാടുന്നത്, ഹല്ലേലൂയ, വിശുദ്ധിക്കു വേണ്ടി പോരാടുന്നത് അരുമനാഥൻ കാണുന്നുണ്ട്. വെല്ലുവിളിക്കുന്ന പാപത്തിന്റെ ശക്തികളെ നോക്കി പറഞ്ഞാട്ടെ, അവൻ ദൈവം നൽകുന്ന വിശുദ്ധി, ദൈവം നൽകുന്ന നിർമ്മലത, the holiness given by God, the purity given by God, അത് തകർത്ത് കളയാൻ പിശാചെ നിനക്ക് കഴിയത്തില്ല. ഞങ്ങൾ ലോകത്തിൽ, എന്നാൽ ഞങ്ങളുടെ സോഷ്യൽ ലൈഫിൽ, വിശേഷാൽ നിങ്ങളോട്, ഞങ്ങളുടെ സഭാജീവിതത്തിൽ ഞങ്ങൾ കുത്തിയിരുന്ന് ചിന്തിച്ചു കൂട്ടിയ ജഡജ്ഞാനത്തിലല്ലെന്ന് സംസാരിക്കുന്നത്, പെരുമാറുന്നത്, ഞങ്ങളുടെ പെരുമാറ്റങ്ങളെ മുഴുവനും, ഞങ്ങളുടെ കോൺസെൻട്രേഷനെ മുഴുവനും ദൈവത്തിന്റെ കൃപ ഏറ്റെടുത്തതുകൊണ്ട് ദൈവം നൽകുന്ന വിശുദ്ധിയിലും ദൈവം നൽകുന്ന നിർമ്മലതയിലുമാ പെരുമാറുന്നത്. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്റെ പ്രിയപ്പെട്ടവരോട് നൽകുന്ന സന്ദേശം, കുഞ്ഞെ, നിങ്ങളെ കുബേരനാക്കാനുള്ളതല്ല, സ്തോത്രം, മറിച്ച് വിശുദ്ധിയിൽ സമ്പന്നരാക്കുവാനാണ്, അവൻ നിർമ്മലതയിൽ നിറയ്ക്കുവാനാണ്. യേശു പറയുന്നു, കേട്ട വചനം, ഇന്ന് പുലരി നീ കേൾക്കുന്ന വചനം നിമിത്തം ഇപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ദൈവം നൽകുന്ന വിശുദ്ധിയുടെ അഭിഷേകം, നിർമ്മലതയുടെ അഭിഷേകം അതാഗ്രഹിക്കുന്ന ദൈവവൈതലേ, കർത്താവിന്റെ സ്നേഹത്തിന്റെ കരം ഈ പുലരിയിൽ നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുന്ന കർത്താവ് വിശുദ്ധിയിലും നിർമ്മലതയിലും സംരക്ഷിച്ചു പരിപാലിക്കും. സ്തോത്രം. അനേക ദൈവകുഞ്ഞുങ്ങൾ പ്രാർത്ഥനാവിഷയങ്ങൾ അറിയിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ചില മാതാപിതാക്കൾ പറയുന്ന ഒരു പ്രാർത്ഥന, അവരുടെ വിഷയം എന്താണെന്നറിയാമോ? ദേവദാസനെ, ഈ പരീക്ഷ ജയിച്ചില്ലെങ്കിൽ കുഞ്ഞിന്റെ വിശ്വാസം നഷ്ടപ്പെടും, അവൻ പിന്നെ ആരാധനയ്ക്ക് വരത്തില്ല. ഈ വിവാഹം നടന്നില്ലെങ്കിൽ എന്റെ മകൾ പിന്മാറിപ്പോകും. കുഞ്ഞെ, മനസ്സിലാക്ക്, ഇതൊന്നുമല്ല നിന്റെ വിശ്വാസത്തിൽ നിലനിർത്തുന്നത്. നിന്റെ വിശ്വാസം സൂക്ഷിക്കുന്നത് ദൈവമാണ്. നിന്റെ വിശുദ്ധി സൂക്ഷിക്കുന്നത് ദൈവമാണ്. നിന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കാൻ ശക്തനായ ദൈവപുത്രനാ നിന്റെ സംരക്ഷകൻ. ഒന്നുകൂടെ വിശദമാക്കിയാൽ, ദൈവം സൂക്ഷിക്കാത്തിടത്തോളം വിശ്വാസത്തിൽ നിൽക്കാൻ ആർക്കും കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ, ദൈവനാമത്തിന് അപമാനമുണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ ദൈവം നിന്റെ വിശുദ്ധിയെ സൂക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ചെയ്യാത്ത കാലത്തോളം എന്തെല്ലാം സംഭവിച്ചാലും, എന്തൊക്കെ പരാജയങ്ങൾ വന്നാലും നീ ദൈവിക പദ്ധതിയിൽ നിന്ന് പുറത്തു പോകത്തില്ല. കറയില്ലാതെ, ചുളുക്കമില്ലാതെ, മാലിന്യമില്ലാതെ, വാട്ടമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ പ്രാർത്ഥനായ ക്രിസ്തുവ നിന്നെ സംരക്ഷിക്കുന്നത്. അതല്ലേ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ പത്രോസിനോട് പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ടത് 22-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ. കർത്താവ് പറയുകയാണ്, ശിമോനെ, ശിമോനെ, നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് പിശാചനോട് അനുവാദം ചോദിച്ചു. എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ട് ഞാൻ അവനെ പാറ്റി കാണിക്കാം. നീ പറയുന്നവൻ വിശുദ്ധനാണെന്ന്, പാതാള ഗോപുരങ്ങളെ ജയിക്കാൻ പറ്റിയവനാണെന്ന്. നീ ഇങ്ങോട്ട് ഞാൻ അവനെ പാറ്റി കാണിക്കാം. അവന്റെ ജീവിതത്തിൽ പറ്റിയിരിക്കുന്ന മാലിന്യത്തിന്റെ പൊടി ഞാൻ പാറ്റിക്കാണിക്കാം. അനുവാദം ചോദിച്ചതാ. എന്നാൽ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. പത്രോസേ, നീ തീക എന്നവരുടെ അടുത്തിരുന്നുകൊണ്ട് എന്നെ തള്ളിപ്പറഞ്ഞാലും നിന്റെ വിശ്വാസം നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആശങ്കയോടെ, ഭയത്തോടെ നീ മുറിയിൽ കയറി കതകടച്ചാലും, എന്നെ വിട്ട് ഓടിപ്പോയാലും നിന്റെ വിശ്വാസം എന്റെ കയ്യിൽ സുരക്ഷിതമാണ്. നീ കൂടെയുള്ളവരെയും കൂട്ടി തിബരിയാസ് കടലിൽ പണ്ടത്തെ പോലെ മീൻ പിടിക്കാൻ പോയാലും നിന്റെ വിശ്വാസം എന്റെ കയ്യിൽ സുരക്ഷിതമാണ്. പ്രിയരെ, കൗമാരത്തിന്റെ പ്രസരിപ്പിൽ, യൗവനത്തിന്റെ തിളപ്പിൽ നിന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്നും അകന്നുപോയാലും, തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ജീവിതമേ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിശ്വാസം, ആമേൻ, അത് സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അവർ ദൈവിക പദ്ധതിയുടെ പുറത്ത് പോകാൻ ദൈവം സമ്മതിക്കത്തില്ല.
അതുകൊണ്ടാ യേശു പത്രോസിനോട് പറയുന്നത്, ലൂക്കോസ് 22:32 വാക്യം, നീ തിരിഞ്ഞു വന്ന ശേഷം, കേട്ടോ, നീ തിരിഞ്ഞു വന്ന ശേഷം, ഇപ്പൊ നീ പിന്മാറിപ്പോയി, അല്ലെങ്കിൽ ഇപ്പൊ നീ നാറ്റത്തിലേക്ക് പോയി, ഇപ്പൊ നീ പഴയതിലേക്ക് പോയി, എന്നാൽ നീ തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. എന്താ പത്രോസേ, നീ തള്ളി പറഞ്ഞാലും നീ പിന്മാറിപ്പോയാലും എനിക്കറിയാം നീ തിരിച്ചു വരുമെന്ന്. കാരണം നിന്റെ വിശ്വാസം എന്റെ കയ്യിലാണ്, നിന്റെ വിശ്വാസം എന്റെ കയ്യിലാണ്, നിന്റെ വിശ്വാസം എന്റെ കയ്യിൽ സുരക്ഷിതമാണ്. മക്കളെ, സാമ്പത്തിക ഭദ്രതയല്ല വിശ്വാസത്തെ സംരക്ഷിക്കുന്നത്, ശാരീരിക സൗഖ്യമല്ല നിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നത്. നിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നത് ക്രിസ്തുവാണ്. കോതമ്പ് മുറത്തിലിട്ട് പാറ്റുന്നത് പോലെ ശത്രു നിന്നെ പറപ്പിക്കാൻ ശ്രമിച്ചാലും ക്രിസ്തു നിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കും. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? അവരകം നിറഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്യണം. എത്ര പ്രാവശ്യം നിന്നെ പാറ്റിക്കാണിക്കാമെന്ന് പിശാച് പറഞ്ഞതാണെന്നറിയാമോ? ദൈവം വിട്ടുകൊടുത്തില്ല മക്കളെ. നിന്റെ വിശ്വാസം നഷ്ടമാകാൻ ദൈവം സമ്മതിച്ചില്ല. പരീക്ഷയുടെ നടുവിലും നീ പ്രാപിച്ച വിശ്വാസത്തെ പരിരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും മക്കളെ, നീ വിശ്വാസത്തിൽ നിലനിൽക്കും. കാരണം ഐ ഷാൽ പ്രിസർവ് യു. പ്രതികൂലങ്ങൾ എന്തൊക്കെ വന്നാലും, എന്തൊക്കെ അപമാനം നേരിട്ടാലും നീ ദൈവിക പദ്ധതിയിൽ നിലനിൽക്കും. എല്ലാവരും കൈവിട്ടാലും നീ നിത്യനിർണയത്തിൽ നിലനിൽക്കും. പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയില്ലെങ്കിലും നീ വിശ്വാസത്തിൽ നിലനിൽക്കും. കാരണം നിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നത് ദൈവപുത്രനാണ്. കുഞ്ഞേ, നിന്റെ കാർ ശത്രുവിന് കൊണ്ടുപോകാൻ പറ്റും, നിന്റെ വീട് അവന് കൊണ്ടുപോകാൻ പറ്റും, നിന്റെ ആരോഗ്യം രോഗം ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റും, നിന്റെ സൗന്ദര്യം അവന് കൊണ്ടുപോകാൻ പറ്റും, വ്യക്തിബന്ധങ്ങളെ താറുമാറാക്കാൻ അവന് പറ്റും. എന്നാലും നിന്നെക്കുറിച്ചുള്ള ദൈവിക നിർണയം ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. സ്തോത്രം ചെയ്യണം, സ്തോത്രം ചെയ്യണം, സ്തോത്രം ചെയ്യണം. ഒരു കാർ ദുഷ്ടൻ കൊണ്ടുപോയാൽ ഇരട്ടിയായി മടക്കി തരുന്നവനാ ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. ഒരു വീട് പോയാൽ പല വീടുകൾ തരുന്നവനാ കർത്താവായ യേശു ക്രിസ്തു. വല്ലാത്ത പരുക്കളാൽ ബാധിച്ചാലും മാരക രോഗം പിടിച്ചാലും രക്ഷപ്പെടത്തില്ലെന്ന് ആര് പറഞ്ഞാലും സൗഖ്യമാക്കുന്നവനാ നിന്റെ സംരക്ഷകനായ പരമവൈദ്യൻ. കുഞ്ഞേ, നിന്റെ നിത്യത നഷ്ടമാകാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടമായാലും, എല്ലാം എതിരായാലും, ശരീരം ക്ഷീണിച്ചാലും, സമ്പത്ത് നശിച്ചാലും, ആരൊക്കെ പിണങ്ങിയാലും, ഭർത്താവ് വെറുത്താലും, പരീക്ഷയിൽ തോറ്റാലും, ജോലി നഷ്ടമായാലും, നിന്റെ വിശ്വാസം സൂക്ഷിക്കുന്ന കാലത്തോളം നഷ്ടമായതെല്ലാം ദൈവം ഇരട്ടിയായി മടക്കിത്തരും. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ദൈവം വ്യക്തിജീവിതങ്ങളെ വിവേചിച്ച് ആലോചന പറയുക. ദൈവം മടക്കിത്തരും, ദൈവം മടക്കിത്തരും. നിന്റെ ജീവിതത്തിൽ നഷ്ടമായതൊക്കെ ദൈവം മടക്കിത്തരും. പ്രത്യേകം ശ്രദ്ധിക്കാൻ ഒരു കാര്യം പറയാം. കുഞ്ഞെ, നിന്റെ ഭാവി, കുഞ്ഞുങ്ങളുടെ ഭാവി കർത്താവിന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് കരുതി നീ തോന്നിയതുപോലെ നടക്കരുത്. അങ്ങനെ നടന്നാൽ നീ ചങ്കു പൊട്ടിക്കരയേണ്ടി വരും. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമെന്ന് നെഞ്ചുരുകി കരയേണ്ടി വരും. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ കർത്താവേ എന്ന് നീ അലമുറയിടേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു നമ്മുടെ ദേഹത്തിന്റെ സംരക്ഷകനാ, നമ്മുടെ പ്രാണന്റെ സംരക്ഷകനാ, ആത്മാവിന്റെ സംരക്ഷകനാ, തലമുറയുടെ സംരക്ഷകൻ, സമ്പത്തിന്റെ സംരക്ഷകൻ. നിനക്കു മാത്രമല്ല, നിനക്കുള്ള സകലത്തിനു ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്നവൻ ഈ ദൈവം നിന്റെ വിശുദ്ധിയുടെ സംരക്ഷകനാ, വിശ്വാസത്തിന്റെ സംരക്ഷകനാ. പൗലോസ് പറയുന്നു, കാറ്റിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, കഷ്ടത, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, തല്ല്, തടവ്, കല്ലേർ, ഒത്തിരി സഹിച്ചതാ, ഒത്തിരി അനുഭവിച്ചതാ. ഒരു ചോദ്യം, പൗലോസേ, ഇത്രയൊക്കെ വന്നിട്ടും നീ എന്താ പിന്മാറിപ്പോകാത്തത്? ഇത്രയൊക്കെ സഹിച്ചിട്ടും എന്തേ നിന്റെ തല കുനിയുന്നില്ല? എന്തേ നിന്റെ വിശുദ്ധി കുറയുന്നില്ല? എന്തേ നിന്റെ ആരാധന കുറയുന്നില്ല? എന്തേ നിന്റെ പ്രാർത്ഥന കുറയുന്നില്ല? കുഞ്ഞേ, ഇത്രയൊക്കെ വന്നിട്ടും നിനക്കെന്താ ഡിപ്രഷൻ പിടിക്കാത്തത്? പ്രൈസ് ദി ലോർഡ്. ഇതിനേക്കാൾ ചെറിയ സംഭവങ്ങൾ നേരിട്ടവർ ഇന്ന് ഭ്രാന്താശുപത്രി കിടക്കുകയല്ലേ, നിനക്കെന്താ ഡിപ്രഷൻ പിടിക്കാഞ്ഞത്? ഇത്രയൊക്കെ വന്നിട്ടും നീ എന്താ ഒരു മൂലയിൽ ഒതുങ്ങാത്തത്? ഇത്രയൊക്കെ വന്നിട്ടും നീ എന്താ വേദപുസ്തകം താഴെ വയ്ക്കാത്തത്? പൗലോസ് പറയും, ആരും സഹായിക്കുമെന്നറിയില്ല, ഭാവി എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒന്ന് ഞാൻ അറിയുന്നു. 2 തിമോത്തിയോസ് 1:12, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ, കാത്തുപരിപാലിപ്പാൻ ശക്തരെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു.
കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ തലോടൽ അനുഭവിച്ചുകൊണ്ട് ഈ ദൂതജനത്തോട് അവൻ വിളിച്ചറിയിക്കുന്നത്. ഈ വാക്യം, ദൈവത്തിന് സ്തോത്രം, നമ്മൾ ഇംഗ്ലീഷിൽ നോക്കിയാൽ കുറെ കൂടെ മനസ്സിലാകും. ഞാൻ ദൈവത്തോടൊരു കാര്യം കമ്മിറ്റ് ചെയ്തു, അത് ആ ദിവസം വരെ എന്നെക്കൊണ്ട് നിവർത്തിച്ചെടുക്കാൻ ദൈവം ശക്തൻ. സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഈ സ്നേഹത്തിന്റെ സന്ദേശം പറയുന്ന എന്റെ അനുഭവം, 21-ാമത്തെ വയസ്സിൽ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞതാ. നീ എന്നെ സൗഖ്യമാക്കിയാൽ, കർത്താവ് നീ എന്നെ എഴുന്നേൽപ്പിച്ചാൽ, നീ നല്ലവനെന്ന് കണ്ടവരോടൊക്കെ പറഞ്ഞോളാം. ദീർഘമായ 36 വർഷങ്ങൾ, എന്തെല്ലാം പ്രതികൂലങ്ങൾ, കഷ്ടത, പട്ടിണി, ആപത്ത്, ഉപദ്രവം, തല്ല്, മുറിവ്, അപമാനം, ഒറ്റപ്പെടുത്തൽ, എല്ലാം അനുഭവിച്ചിട്ടും ഉടമ്പടിയിൽ നിലനിൽക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് എഴുന്നേറ്റ് തനിയെ നടക്കാൻ കെപ്പില്ലെങ്കിലും ദൈവത്തോട് പറഞ്ഞ ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിക്കാതെ ഈ പുലരിയിലും കർത്താവിനെ പ്രസംഗിക്കാൻ സഹായിക്കുന്ന ദൈവത്തിന് സ്തോത്രം. പുകഴനൊന്നുമില്ല, എന്റെ കഴിവല്ല, ഞാൻ കമ്മിറ്റ് ചെയ്തത് ദൈവം നിവർത്തീകരിച്ചു. അതുകൊണ്ട് ധൈര്യത്തോട് പറയും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ കാക്കാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ആർക്കും തരാൻ കഴിയാത്ത സ്വർഗീയ സംരക്ഷണം ആഗ്രഹിക്കുന്നെങ്കിൽ മക്കളെ, മറ്റൊരു വഴിയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരിക. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തവളപ്പിനേക്കാൾ ശക്തമായ ഒരു ഉരുക്കു കോട്ടയും ഉലകത്തിലില്ല. ദൈവത്തിന് സ്തോത്രം. ആർക്കും തരാൻ കഴിയാത്ത സ്വർഗീയ സംരക്ഷണം നൽകി ദൈവം നിന്നെ മാനിക്കും. യേശുവിന്റെ നാമത്തിൽ ദൂതന്മാരെ സംരക്ഷണ ചെയ്യാനല്ല, അബ്രഹാമിന്റെ സന്തതികളായ നമ്മെ സംരക്ഷണ ചെയ്യാനത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനാകുന്നത്. പ്രിയരെ, ഏതു മേഖലയിലാ നിനക്ക് സംരക്ഷണം വേണ്ടത്? കർത്താവിനോട് പറഞ്ഞാട്ടെ. അവൻ ഇറങ്ങി വന്ന് നിന്നെ സംരക്ഷിക്കുന്നവനാ. അവൻ ഇറങ്ങി വന്നത് നിന്നെ സംരക്ഷിക്കാനാ. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ വചനം കൊണ്ട് ദൈവകുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കാൻ അവസരം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് പ്രിയപ്പെട്ടവരുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്തെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതാണ് നമ്പർ 9072141834. കൃത്യം അനുവദിച്ചാൽ ഈ സന്ദേശത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിനങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. വീണ്ടും ഒരുമിച്ച് കൂടുവോളം ക്രിസ്തുവിന്റെ കൃപയിൽ മറഞ്ഞിരിക്കാം. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.